നോക്കിട്ടോ അവിടെ നമ്പർ പോണില്ലേ? സൂപ്പർ മല ഉണ്ടോ? മലയുടെ മുകളിൽ കോട ഉണ്ടോ? പെയിന്റ് അടിച്ച പോലെ ഉണ്ട്. അവിടെ തൊടല്ലെന്ന് പറ അവളുടെ അടുത്ത്. അതിൽ തൊടല്ലേട്ടാ ചെളി. അവസ്ഥ ഈ പാലം ദൃശ്യത്തിന് ഈ പാലമുണ്ട്. പിന്നെ മറ്റേ കുഞ്ചാക്കോവന്റെ കുറെ സിനിമയ്ക്കകത്തുണ്ട്. വണ്ടി വരുന്നുണ്ടേ. ഇവിടെയൊക്കെ കോടയാ. കോടയുള്ള സ്ഥലം ആയില്ലേട്ടാ. ആണോ? വാ നടന്നു പോരെ. നിങ്ങളെ എന്തിട്ടാ? ആ വാട്ടർ ഉണ്ടോ? നിങ്ങളെ നിർത്തി കാണിക്കാം. അത് കറണ്ടിന്റെ അതെ അതെ, നമ്മൾ അതിലേ പോകാം. ഉടക്കാൻ വേണ്ടി, വല ഉടക്കാൻ വേണ്ടി. വെള്ളപ്പൊക്കത്തില് ഇതൊക്കെ കേട്ടോ, മഴയത്ത് ഇട്ടാ മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളെ കുഴപ്പമില്ലാത്ത ഇല്ലെങ്കിൽ അതിലേ പോയി അതിലെ കറങ്ങി വാടക വണ്ടിയല്ലേ, നമുക്ക് പ്രശ്നമല്ല. ഓ അതിന്റെ ഇടയിലൊരു വീടുണ്ടല്ലേ. അറ്റത്തൊരു വീട് കണ്ടോ അഞ്ചു? എവിടെ? അതാ. ആ അത് അറ്റത്തൊന്നുമല്ല, നമ്മളിപ്പോ അതിലേ. ആണോ? ചേട്ടോ ഇത് ഇത്രയും പിടിച്ച കൂടായ്പകള്. കണ്ടോടി, ഇതേ മലയിൽ നിന്ന് പോകണുണ്ടോ? ഇതൊക്കെ പ്രൈവറ്റ് ആണോ? ഇതെല്ലാം പ്രൈവറ്റ് ആണോ? ഓരോ ആളുകളുടെ കന്നാര നിൽക്കുന്നില്ലേ, അത് പ്രൈവറ്റാ. ഇതെന്തൊരു ഈ സാധനം? ഇതാണോ? അല്ല, ഇത് നീ വിചാരിച്ചത് എന്തിനാന്ന് വെച്ചേ? വലിയത് റംബൂട്ടാനത്. റംബൂട്ടാന് വലയിട്ടേക്കണ. അവള് വിചാരിച്ചു ഇതാന്ന്. കോടയല്ല, മറ്റേ ഇതില്ലേ, പാറയുടെ മുകൾ ഭാഗാന്നാ വിചാരിക്കുന്ന അവള്. നെറ്റായിരുന്നത്. അതാണ്, നെറ്റാണത്. ഇവിടെ വല്ല എസ്റ്റേറ്റ് നോക്കാൻ വേണ്ടി വന്നതായിരിക്കും. വാ പോവാ. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് വേറെ. ഇനി അതിലെയാ പോണേ. ഇവിടെ തൊട്ട് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്തു. നല്ല പ്ലേസാ. എടുത്തുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. പൊന്നോ ചിരിച്ചേ. ആസിഫല്ലേ, ജീപ്പ് ക്രോസ് ചെയ്തു. അവിടുന്ന് കൊണ്ടുവന്നിട്ടാണ്. ഇവിടെ നിന്നിട്ടാണോ? എന്റെ ആസിഫ് അലി വന്നാ, ബിജു മേനോ, മോഹൻലാൽ എന്തിനാ? ലൊക്കേഷൻ അപ്പറയാ. ഈ ഭാഗം വലിയ കുഴപ്പമില്ല കേട്ടോ.
നമ്മൾ രണ്ട് വശവും വെള്ളമാണ്. ഈ നടു ആനക്കിന്റെ അവിടെ മുകളിലോട്ട് രണ്ടു വശം നോക്കിയേ. വണ്ടി വയ്യ പറഞ്ഞു നോക്കി. ഡേഡി ഞാൻ നീ പറഞ്ഞ വെള്ളത്തിൽ മീനെ പിടിക്കണമെന്ന് പറഞ്ഞ കാണാൻ പറ്റില്ല. എവിടെയൊക്കെ വലിയിട്ടുണ്ട്. റംബൂട്ടാൻ തോട്ടമാണേ, ചെറിയത്. ഇങ്ങോട്ട് കൂടെ ഇത് കപ്പ, അത് കപ്പ. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. കാട്ടുപന്നി ഒന്നുമില്ല. ഒന്നുമില്ല. പന്നിയിറച്ചി കിട്ടോ അവിടെ? കാട്ടുപന്നിയുടെ കിട്ടൂല. അല്ല ഇവിടെ ഇല്ല അങ്ങനെ. ഇതിലേ പോട്ടെ. ഇവിടെയൊക്കെ ഹിന്ദിക്കാരുണ്ടോ? ഇഷ്ടം പോലെ ആണല്ലേ. കട്ട് ചെയ്യണോ ഇത്? അല്ലല്ല, കണ്ടിന്യൂസ്. ഡാഡി നീ പറഞ്ഞ മല കരിങ്കല്ല് പോലെയാണ്. അല്ല, അത് കണ്ടത് അവിടെയാണ്. ഇത് വേറെ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു വീട് തന്നെ ഇരിക്കുന്നത്. ആ വീടിന്റെ അടുത്ത് നമ്മൾ എത്തി. അതെ, നമ്മൾ അവിടെ നിന്നാ നോക്കിയത്. റംബൂട്ടാൻ തോട്ടം വന്നത്. അതെ, കിളി കൊത്താതിരിക്കാനായിട്ട്. അല്ല, നമ്മളവിടെ എന്തോരം പോകുന്നു? എത്ര കിലോമീറ്റർ പോകുന്നു? നമ്മളാ ചെളിയൊക്കെ എന്തോരം ഇതായിന്നറിയോ? ചെളിയിലൂടെ കൊറേ പോകുന്നില്ല. ഫുൾ ഡാം വ്യൂ ആണ് ഇത്. ഇവിടെയൊക്കെ തുറക്കോ ഡാം? ഇവിടെ വരെ വെള്ളം കയറും. മീൻ പറക്കുന്ന കണ്ടോ? നിന്ന് ബക്കറ്റ് പിടിച്ച് അവര് തരികയല്ല അങ്ങനെ. അത് ശകലവേ കാണുള്ളൂ മിക്കവാറും. അതെ, ഞാൻ അരുണോട് പറയായിരുന്നു നമുക്ക് തീരെ നഷ്ടമായ ദുഃഖമായ റിസോർട്ട് പോലത്തെ സെറ്റപ്പ് ആണേ, ഹോം സ്റ്റേ പോലെ. അതല്ലേ. ഇതാരിയത്? അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ലല്ല, പുറം പാർട്ടിയാ. ഇവിടേക്ക് ഒരു ദിവസം എത്രയാ അപ്പൊ അറിയോ? എങ്ങനെ ഒരു ദിവസം താമസിക്കാനൊക്കെ എത്രയാ? ഇവിടെയൊക്കെ ആണെങ്കിൽ വല്ല 10,000 രൂപയ്ക്ക് തരും. പക്ഷെ നിങ്ങള് പുറത്തൊക്കെ മറ്റേ ഓൺലൈനൊക്കെ ബുക്ക് ചെയ്യുമ്പോ 5,000. അങ്ങനെയാ. ഇവിടെ സാധാ റേറ്റ് അല്ലേ ഉള്ളൂ. അത് കണ്ടോ? നീ ഒരു വീട് ഹോം സ്റ്റേ പോലെ കൊടുക്കുന്നുണ്ട് വാടകയ്ക്ക് ഇടയ്ക്ക്. ഫുൾ വെള്ളമാ അപ്പുറം ഇപ്പുറം. നോക്കണേ എങ്ങോട്ടാ ഇവര് പോണേന്ന്. അതിനറിയോ, ഈ റോഡിന് അന്ത്യമില്ല. ഇതവിടെ പോയി തീരുവാ. എന്തോരം പാടായിരിക്കും അല്ലേ? നല്ല മഴ പെയ്ത അടിപൊളിയാണ്. പക്ഷെ എന്തോരം ബുദ്ധിമുട്ടായിരിക്കുന്ന ഈ ഭാഗത്തുള്ളവർക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ. ഓരോ കുത്തിയൊലിച്ച് വെള്ളവും കുത്തിയൊലിച്ചിട്ടുള്ള അങ്ങനെ പ്രശ്നമൊന്നുമില്ല.
ഇവിടെ അങ്ങനെയുള്ള ഏരിയ അല്ലല്ലോ ഇത്. ഞങ്ങൾ നോക്കിയിട്ട് ഇവിടെ അങ്ങനെ വെള്ളപ്പൊക്കം ഇല്ല, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇത് ഡാമാണല്ലോ. ഇപ്പൊ നമ്മള് കണ്ട ആ പാറയുടെ അടിയിലോട്ട് വന്നു നമ്മള്. എവിടെ ഡാം ഏതാ? ഇത് ഡാമിന്റെ ഇതാ. ഡാം കെട്ടിയത് എവിടെ? അത് അങ്ങ. ഇപ്പൊ ഡാമിലെ വെള്ളമാണ് ഇതൊക്കെ. ഇതൊരു 5 കിലോമീറ്റർ താഴെയാ ഡാം. ഇവിടെ നിർത്തിക്കോ, ഇവിടെ വരെ ഉള്ളൂ. ഇത് ചെറിയൊരു ഇത് എപ്പോൾ അല്ല ഇവിടെ. പറയൂ. തിരക്കാണ്. അതുമൊന്നും തൊടരുത്, മാറിക്ക്. അത് ആ ഭാഗത്ത് തൊടരുത്, അവിടെ മാറ്റിയിരുന്നു. എന്താ വേണ്ടത് നിനക്ക്? തിങ്കളാഴ്ച എന്താ വേണ്ടേ? റംബൂട്ടാനോ? വീട് വരത്തില്ല ഇനി? അങ്ങനെ എത്തിക്കോളാന്നേ. കൂടി വരണം. അങ്ങനെയാണോ വിളി? അങ്ങനെയാണോ വിളി? എന്നാ വരും ആണല്ലേ? നിങ്ങൾ ജബിനെ അറിയല്ലേ? അറിയില്ലല്ലേ? ആ 5 ഇങ്ങോട്ട് വാ. വായോ വായോ. വായോ. ഞാൻ എന്നാ പറയണേ? പൊന്നു ശരിക്ക് വെച്ചേ. ആ ഹെയർ ബാൻഡ് ശരിക്കും വെക്കാൻ പറ. പൊന്നുന്റെ അവളെ കണ്ണുമ്മ വെച്ചിട്ടാ വന്നിരുന്നേ. വാ അത് ഇട്ടോട്ടെ. പിന്നെ ആളത് പിന്നെ വാ അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. ഞാൻ അവനോട് കമ്മീഷനും കൂടി വാങ്ങിയേക്കാം. ചേട്ടായി നമുക്ക് വർക്ക് പിടിച്ച് തരണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ 2-3 ദിവസം നമ്മളോട് പറഞ്ഞ. എന്നാ ഞാൻ അവനോട് ചോദിച്ചു നോക്കട്ടെ, ഒരാൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു നോക്കാം. ഞാൻ ചോദിച്ചു നോക്കിയിട്ട് നിങ്ങളെ വിളിക്കാം. ഓക്കെ. പിന്നെ എൻ്റെ 1000 രൂപ കമ്മീഷനും കൂടി കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങോട്ട് പോരെ. ഡിയാ 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 അവളെ അവള് എത്തിച്ചോക്കാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി എന്നാ. ഇതൊക്കെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പണിത സമയത്ത് ഉണ്ടായത് ഇല്ല. ഇത് രണ്ടാമത് പണിതാ. അതായത് അവിടം വരെ പണിതപ്പോ ഇത് നിന്നുപോയി. ഇതുണ്ടോ, അവിടം വരെ പണിതപ്പോ ഇത് നിന്നുപോയി. രണ്ടാമത് പിന്നെ നിങ്ങളിവിടെ നിൽക്കുക. നിങ്ങളുടെ ഫോട്ടോ ഞാൻ എടുത്തത്. കുഴപ്പമില്ല. നിങ്ങൾ ഈ ഫോട്ടോ ഇത് വിട്ട് ഇങ്ങനെ അങ്ങ് പോക്ക് മാത്രം. ഇത് വീഡിയോ കിടക്കുവാണോ? വീഡിയോ ആക്കി. ഞാനേ ഈ വീഡിയോ എടുക്കാറേ ഇല്ല, കാരണം നമ്മൾ പിന്നെ അത് കാണുകയല്ല. കാണല് കുറവാ, പക്ഷെ ഇത് നമുക്ക് അങ്ങനെ ഇടാലോ, ടിവിയിലേക്ക് കണക്ട് ചെയ്തിടാലോ, പിള്ളേര് കാണും.
പിള്ളേർക്ക് ഇത് നല്ല പുതുമയാ, ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിട്ട്. അങ്ങനെ പിള്ളേർക്ക് ഓർമ്മയുണ്ട്. നടന്നു പോരെ. നിങ്ങളുടെ വീഡിയോയിൽ സാധാരണ നിങ്ങൾ എടുക്കുമോ, ഇവർ 3 പേരും നടന്നു വരുമോ? ഇത്തവണ നിങ്ങളും കൂടി നടന്നു പോവാ. ഫ്ലവർ ഗേൾസ് നടക്കൂ. മൂക്കിന്ന് കയ്യിൽ കിരി. അതിന് വേറെന്താ പോരെ പോവാനാണോ ഏട്ടാ? പോരെ പോരെ പോരെ. അവര് പിള്ളേരുള്ളതുകൊണ്ട് വരച്ച് നിർത്തിയതാ. മാറിക്കോ മാറിക്കോ. അമ്മാരി ഇവിടുത്തുകാരല്ല, അമ്മാരി ഇവിടുത്തുകാരല്ല. അതിനാന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ അമ്മാരി ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കാനാ. ആരുടെ ഇവിടെ നിൽക്കണം, മാനിക്കണമെന്ന് പറഞ്ഞിട്ട് പോവുള്ളൂ. അത് ഇതുവരെ പറഞ്ഞിട്ടില്ലേ? അതെ, ഞങ്ങള് തമ്മില് ശരിക്ക് കൊറേ ആൾക്കാർ അവിടെ ഇവിടുന്നൊക്കെ വിളിക്കും. അപ്പൊ ഇവിടെ ഇടയ്ക്ക് ചോദിക്കും, നിങ്ങൾ സഹായിക്കാനും അതിനൊക്കെ പോണത്. അങ്ങനല്ല, ഞങ്ങള് തമ്മില് ശരിക്കൊരു ഫിറ്റിംഗ് ആയിട്ടൊരു 2-3 തവണ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങളൊരു പരിപാടി, കോഴി അല്ല, അതാ അന്നേ കൂടുതൽ അങ്ങനെ 300 അതെ. ഇങ്ങനെ ഒരു ഫോറസ്റ്റിൽ കൊണ്ടുപോയിട്ട് കോഴിനെ പിടിച്ച്, കോതമംഗലല്ല, ആ സത്യം പറഞ്ഞാൽ പുള്ളി ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ. കോഴിനെ പിടിക്കാന്ന് ചോദിച്ചു, ആ പിടിച്ചേക്കാന്ന് പറഞ്ഞു. എത്ര രൂപ വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചു. ഇത്ര രൂപ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പോവല്ലെന്ന് ചോദിച്ചു. പോവാന്ന് പറഞ്ഞു. രാവിലെ വെളുപ്പിന് 5:30 ആയപ്പോൾ എടുത്ത് എൻ്റെ ഒമിനിയെ എടുത്ത് പോയി. അവിടെ പോയി ഒരു കോഴിക്കോട്ടിൽ പോയി ഇതിനെല്ലാം പിടിച്ച് പൊക്കി തൂക്കം എല്ലാം നോക്കി ഇട്ടു. പിന്നെ ഒരു ഫോറസ്റ്റിൽ കൊണ്ടുപോയി അതിനെ പൊളിച്ച് എല്ലാം റെഡിയാക്കി പീസാക്കി 11:30 ആയി എത്തിയപ്പോൾ. നിർമ്മല കോളേജിൽ എത്തിയപ്പോൾ